ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ എല്ലാ മേഖലകളിലേക്കും സ്ഥാനം ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് മുതൽ 7 വരെയാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ന് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് നഗരസഭയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും അംഗങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി 4 നഗരസഭകളിൽ വനിതാ ചെയർപേഴ്സൺമാരാണ് പ്രത്യേകിച്ചിട്ട് ഭരണ സാരഥ്യം വഹിക്കുന്നത്. നമ്മളോടിപ്പം ചേരുന്നത് പത്തനംതിട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ സിന്ധു അനിലാണ്. മാഡം, എങ്ങനെയാണ് നാളത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ? എന്തൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ? നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് 6-ാം തീയതി 10:30-ക്കാണ് തുടങ്ങുന്നത്. നമുക്ക് 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണുള്ളത്. അതിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പിന്നെ നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ജനറലാണ്. ബാക്കി 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതയുമാണ്. ഈ അംഗങ്ങളുടെ എല്ലാം തെരഞ്ഞെടുപ്പ് KPCCയും DCCയും എല്ലാം നേതൃത്വം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും KPCCയുടെയും DCCയുടെയും നേതൃത്വത്തിലുള്ള നമ്മളുമായി ആലോചിച്ച് ആണ് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുന്നത്. ഈ അംഗങ്ങൾ നിലവിൽ വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഇനി മാഡത്തിൻ്റെയോടുള്ള ബാക്കിയുള്ള ഇവിടെ നഗരസഭയിൽ നടത്തുന്ന വികസന കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. തീർച്ചയായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും വന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നഗരസഭയുടെ വികസന കാര്യങ്ങളും പൊതുവായുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എത്രയും വേഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സുഗമമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് എന്തൊക്കെയായിരിക്കും നഗരസഭയിലേക്ക് ലക്ഷ്യം വെക്കുന്നത്? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, എല്ലാവർക്കും പൊതുവായി അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനമാണ്. നമുക്കറിയാം പത്തനംതിട്ട നഗരസഭയ്ക്കകത്ത് മാലിന്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷയങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ആദ്യം മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്നു കഴിയുമ്പോൾ അതുമായി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ഇരുന്ന് തീരുമാനിച്ച് അതിനു വേണ്ട നടപടികളെല്ലാം ഉടനെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തിനുള്ളിൽ ജില്ലാ പഞ്ചായത്തിന്റെയും നഗരസഭകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും അധികാരമേൽക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചുമതല ഏറ്റതിനു ശേഷമായിരിക്കും തുടർ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സിന്ധു അനിൽ ചെയർപേഴ്സൺ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.